ഇന്ന് നമ്മോട് സംസാരിക്കാനെത്തിയിട്ടുള്ളത് ഡോക്ടർ ജോയ് ഇളമൺ ആണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും കേരളവും എന്ന വിഷയത്തിലാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്. ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ മുൻ വകുപ്പ് മേധാവിയായ ഡോക്ടർ സീമ ജെറോമാണ്. ഈ പരിപാടി വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെക്കുറിച്ചുമൊക്കെ ഈ ഇന്നത്തെ പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ അദ്ദേഹം ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നൊക്കെ സ്വാഗത ഭാഷണത്തിൽ ടീച്ചർ പറയും. നിങ്ങൾക്ക് സ്വയം നവീകരിക്കാനുള്ള ഒരു പ്രഭാഷണം ആയിരിക്കും ഇന്നത്തേതെന്ന് ഞാൻ കരുതുന്നു. സ്വാഗത ഭാഷണത്തിനായി ഡോക്ടർ സീമ ജെറോമിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ശിവദാസ് സാർ, ഏറ്റവും ബഹുമാന്യനായ ജോയ് ഇളമൺ സാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിനൊപ്പം ഇന്നത്തെ വിഷയവും ജോയ് സാറിൻ്റെ പ്രവർത്തന മണ്ഡലവും ഇതിനെല്ലാം ഒന്ന് ചേർത്ത് ഒരു ആമുഖം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം എനിക്ക് ജോയ് സാറിനോട് ഒരു കാര്യം പറയാനുള്ളത്, സാറിൻ്റെ പ്രവർത്തന മണ്ഡലം ഇൻ്റർ ഡിസിപ്ലിനറി ആയി നിൽക്കുന്നത് പോലെ തന്നെ കേരള സർവകലാശാല മലയാള വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾ വളരെ പരമ്പരാഗത ശൈലിയിലുള്ള സാമ്പ്രദായിക സാഹിത്യ ഭാഷാ പഠനം എന്നതിനും അപ്പുറം സാഹിത്യത്തിലൂടെയും ഭാഷയിലൂടെയും സംസ്കാരത്തിലൂടെയും സാധ്യമാകുന്ന എല്ലാത്തരം ജീവിതഗന്ധിയായ വിഷയങ്ങളെക്കുറിച്ചും പല രീതിയിൽ അത് മൾട്ടി ഡിസിപ്ലിനറി ആയി തന്നെ പഠന ഗവേഷണങ്ങളിലൂടെ സമീപിക്കുന്ന ഒരു ശൈലി കുറച്ച് വർഷങ്ങളായി ഞങ്ങൾക്കിടയിലുണ്ട്. അതുതന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സർവകലാശാലകളിലെ മലയാള വിഭാഗത്തിൽ നിന്ന് കേരള സർവകലാശാല മലയാള വിഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ ഞാനീ പറഞ്ഞ പൊതുധാരണകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പൊതുധാരണകൾക്കപ്പുറമുള്ള എല്ലാത്തരം കലാവിഷ്കാരത്തിനും സാഹിത്യ സാംസ്കാരിക ആവിഷ്കാരങ്ങൾക്കും സാധ്യമാകുന്ന തരത്തിലുള്ള പല ഡൊമൈനിലേക്കും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ജെൻഡർ സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികളുണ്ട്, ആനിമൽ സ്റ്റഡീസ് റിസർച്ച് മേഖലയിൽ റിസർച്ച് ചെയ്യുന്നവരുണ്ട്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻ്റർ ഡിസിപ്ലിനറി ആയി മൾട്ടി ഡിസിപ്ലിനറി ആയി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗവേഷകരും പഠിതാക്കളുമാണ് ഇവിടെ ഉള്ളത് എന്ന് ആമുഖമായിട്ട് ജോയ് സാറിന് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് ജോയ് സാറിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോൾ എൻ്റെ കടമയിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ സ്വാഗതം പറയേണ്ടത് മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷനായ ഡോക്ടർ കെ ശിവദാസനാണ്. വളരെ ആശാവഹമായ പ്രവർത്തന രീതികളിലൂടെ സാറ് പോകുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ യത്നിച്ചു വെച്ചതിൻ്റെ ആ പാതയിൽ കുറേ കൂടി പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ശിവദാസ് സാറ് സഞ്ചരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശിവദാസ് സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജോയ് ഇളമൺ എന്ന പേര് നിങ്ങൾ മാധ്യമങ്ങൾ, മറ്റു മേഖലയിലുള്ള നിങ്ങളുടെ വായനകൾ, അന്വേഷണങ്ങൾ ഒക്കെ നടത്തുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ബ്രോഷറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള പോസ്റ്റ് നിങ്ങൾക്ക് അദ്ദേഹം നിലവിൽ വഹിക്കുന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിന് സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അംഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അത് അങ്ങനെ സുഖമായിട്ടൊരു കസേരയിൽ ഇരിക്കാവുന്ന ഒരു പോസ്റ്റല്ല. വിശേഷിച്ചും കുറച്ച് വർഷങ്ങളായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും ഏത് തരത്തിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പരിസ്ഥിതിലോല പ്രദേശത്തെ ജനതയായി നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു
വർത്തമാനകാല സാഹചര്യത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു പോസ്റ്റിലേക്ക് എത്തുക അല്ല, അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹം MBBS എടുത്ത വ്യക്തിയാണ്. പക്ഷേ ഡോക്ടർ ജോയി ഇളമൻ്റെ പ്രവർത്തന മേഖലകൾ അധികവും മറ്റ് മേഖല, പ്രത്യേകിച്ച് വികസന കേന്ദ്രിതമായ, പൊതുജനാരോഗ്യത്തിൽ കേന്ദ്രിതമായ, ബോധവൽക്കരണത്തിൽ കേന്ദ്രിതമായ പ്രക്രിയകളിലേക്ക് ഈ കാലം അത്രയും കടന്ന് ചെന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ വേണം ഡോക്ടർ ജോയി ഇളമണ്ണിനെ നിങ്ങൾക്ക് കേൾക്കാനും. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയും മനസ്സ് തുറന്ന് പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പബ്ലിക് ഹെൽത്തിലാണ്. സാധാരണ പബ്ലിക് ഹെൽത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ ബാധിക്കുന്ന അസുഖത്തിൻ്റെ നിങ്ങൾ സമീപിക്കുന്ന പല ഡോക്ടേഴ്സും അവരുടെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾ കരുതിയിട്ടുള്ളത്, നമ്മൾ അറിഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് അധികവും അത്തരത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള ഡോക്ടേഴ്സിനെ ആയിരിക്കാം പരിചയപ്പെട്ടിട്ടുണ്ടാകുക. പക്ഷേ പബ്ലിക് ഹെൽത്ത് അത് കുറച്ചുകൂടി സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുള്ളവർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ്. ഇന്നും കേരളം നാഷണൽ ഇൻഡെക്സിൽ പബ്ലിക് ഹെൽത്തിൽ വളരെയധികം മുൻനിരയിലെത്തിയെങ്കിൽ അത്തരത്തിലുള്ള ഒട്ടനവധി ഡോക്ടർമാർ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള സ്വകാര്യമായ സ്വത്ത് സമാഹരണം എന്ന ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ എല്ലാ തരത്തിലുമുള്ള മനുഷ്യ ജീവിതങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അനേകം ഡോക്ടർമാർ ഉള്ളത് കൊണ്ട് കൂടിയാണ് കേരളം പബ്ലിക് ഹെൽത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ അവരുടെ കണക്കുകളിലെ ഡെത്ത് റേറ്റ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ രോഗപ്രതിരോധങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള ഇൻഡെക്സ് കൂടി നിൽക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. പബ്ലിക് ഹെൽത്തിൽ ഇതുപോലെയുള്ള കുറേ മനുഷ്യർ രാപകലന്യെ അധ്വാനിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പബ്ലിക് ഹെൽത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നത് മാത്രമല്ല, ദീർഘകാലത്തെ സേവന പരിചയമുണ്ട്. അത് അദ്ദേഹം പ്രവർത്തിച്ച പല പ്ലാറ്റ്ഫോമുകൾ പരിശോധിച്ചാലും അത് വ്യക്തമാണ്. കിലയുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. കിലയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ട്രൈബൽ വികസനം, അങ്ങനെ പലതരത്തിലുള്ള വികസന പ്രക്രിയയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കിലയുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. അതിനു മുമ്പ് ജനകീയാസൂത്രണത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അവിടെയും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തന മേഖലകൾ, പിന്നെ ഈ ഔദ്യോഗികമായ പ്രവർത്തന മേഖലകൾ കൂടാതെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള പൊതുജന സേവന താല്പര്യത്തോടുകൂടി അദ്ദേഹം സാക്ഷരതാ യജ്ഞത്തിൽ 2-3 ദശാബ്ദങ്ങൾക്കപ്പുറം, ഒരു 30-ലേറെ വർഷങ്ങളല്ലേ സാക്ഷരത? അതെ എൻ്റെ ഓർമ്മയിലൊരു 35 വർഷം മുൻപാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു സ്കൂൾ കാലത്താണ് സാക്ഷരതാ മിഷൻ്റെ, വീണ്ടും സാക്ഷരതാ മിഷൻ എന്നുള്ള വാക്കാണ്, അതൊരു ടെക്നിക്കൽ ടേമാണ്. സാക്ഷരതാ യജ്ഞം കേരളത്തിൽ കേവലമായ അക്ഷരം പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് ആരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ ജനകീയ അവബോധത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇക്ബാൽ സാറും ജോയി ഇളമൺ സാറും ഒക്കെ ഒരുപാട് യത്നിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ അതുപോലെ മറ്റൊരു ഈ സാക്ഷരതായജ്ഞം വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ സത്യത്തിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ കാണുന്ന പരിസ്ഥിതി കേന്ദ്രിതമായ സുസ്ഥിര വികസനം, ജെൻഡർ ന്യൂട്രലായ സുസ്ഥിര വികസനം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള എല്ലാ ലെയറിലേക്കും മനുഷ്യ ജീവിതത്തിൻ്റെ, കേരളത്തിലെ പല ജീവിത പരിസരങ്ങളുടെയും പല അടരുകളിലേക്കും കടന്നു ചെല്ലുന്ന വികസന സങ്കല്പത്തെ കേരളത്തെ പരിചയപ്പെടുത്തിയത് സത്യത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആദ്യകാല പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ഇത്രയും ഞാൻ പറഞ്ഞത്, അദ്ദേഹം ബഹുവിദ്യാകേന്ദ്രിതമായി വികസനം എന്നതും പൊതുജനാരോഗ്യം എന്നതും പലതരത്തിലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ജനജീവിതങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെ സഞ്ചരിച്ചു ഒരു ഡോക്ടർ. പൊതുവെ ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറേ ധാരണകളുണ്ട് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം പരിഗണിച്ചു കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്കോളറെയാണ് നമുക്ക്
കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആമുഖമായി സംസാരിച്ചത്. അതുകൊണ്ട് വികസനത്തെ സംബന്ധിച്ച് അതിന് തികച്ച് ഉപരിപ്ലവമായി സമീപിക്കേണ്ട ഒന്നല്ല എന്ന് നിങ്ങൾ വായനയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയാം. അതുപോലെ കേരളത്തെ സംബന്ധിച്ച പഠനങ്ങൾ, കേരള പഠനം, കേരളത്തെ സംബന്ധിച്ച അറിവുകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടോടുകൂടി ഫോക്ലോറിൻ്റെ മാത്രം പരിസരത്തിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു സമീപന രീതി മലയാളത്തിൻ്റെ ഡിസിപ്ലിനിൽ നിൽക്കുന്ന പല ഗവേഷകർക്കും അധ്യാപകർക്കും പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും ഇവിടെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ല കേരളം എന്ന് പറയുന്നത് അനേകം മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ, പലതരത്തിലുള്ള പോരാട്ടങ്ങളുടെ, പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളുടെ, പലതരത്തിലുള്ള വികസന പരിശ്രമങ്ങളുടെ ഒക്കെ ഒരു ഭൂമികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ സാറിൻ്റെ സംസാരം ശ്രവിക്കേണ്ടത്. സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഇനിയും വന്നുകൊണ്ടിരിക്കും എന്നറിയാം. ഒന്ന് മെസ്സേജൊക്കെ ഇട്ടേക്ക്. നല്ല ഗംഭീരമായ ക്ലാസ് വരുന്നുണ്ട്, പെട്ടെന്ന് ഓടി വരാൻ. എല്ലാവർക്കും സ്വാഗതം. സീമ ടീച്ചർ സാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു 2 കാര്യം കൂടി കൂട്ടിച്ചേർക്കാം എന്ന് വിചാരിക്കുന്നു. ഒന്ന്, സാറിൻ്റെ ഭാര്യയുടെ മുത്തശ്ശിയാണ് ലളിതാംബിക അന്തർജനം എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയാവുന്ന എഴുത്തുകാരി. മറ്റൊന്ന്, സാറ് നമ്മുടെ സിൻഡിക്കേറ്റിലെ സ്റ്റുഡൻറ്റ് മെമ്പറായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. KN ബാലഗോപാലിനൊക്കെ മുമ്പ് സ്റ്റുഡൻറ്റ് മെമ്പറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാനായിട്ട് സാർ വന്നിട്ടുണ്ട്. എങ്കിലും ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും കേരളവും എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഈ അടുത്ത കാലത്തൊരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ ഒരു ബിഷപ്പും മറ്റ് കുറച്ച് കന്യാസ്ത്രീകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരാൾ ഞാനാണ് ചെന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഗൗരവമായ ഒരു ചർച്ച എന്ന് പറയുന്നത് 25 വയസ്സിന് താഴെയുള്ള ആരെയും പള്ളിയിലേക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമായിട്ട് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സഭാംഗങ്ങൾ ആരും തന്നെ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ സഭകളുടെ ഭാവി ഇത് ആര് നടത്തിക്കൊണ്ടുപോകും എന്നുള്ള ഒരു വലിയ പ്രശ്നം അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന്, ഈ കേരളത്തിൽ ഈയിടെയായി അടുത്ത കാലത്ത് ഈ പന്നികൾ ധാരാളമായി വർദ്ധിക്കുകയും അത് നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ ആളുകളെ ഉപദ്രവിക്കുകയും കുത്തുകയും, പന്നിയുടെ വെട്ടേറ്റാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിജ്ഞാനം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് കുറുക്കൻ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഈ കുറുക്കനാണ് ഈ പന്നിയുടെ കുഞ്ഞുങ്ങളേക്ക് എടുത്തുകൊണ്ടുപോയി തിന്നിരുന്നത്. കുറുക്കൻ അപ്രത്യക്ഷമായപ്പോൾ പന്നികൾ വെറ്റുവരുകാൻ തുടങ്ങി. അതോടുകൂടി അവ നാട്ടിലേക്ക് വരികയും ആളുകളെ ആക്രമിക്കുകയും ചെയ്തു. ഇത്തരം പലതരം അസന്തുലിതാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് നാട്ടിലുണ്ടാവുക. ഇത് ഞാനൊരു രസം പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും കേരളവും എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പണ്ട് കേരള സംസ്കാരം എന്ന് പറയുന്നൊരു വിഷയം പഠിച്ചു വന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് കേരള പഠനങ്ങൾ എന്ന് പറയുന്ന ഒരു മാസിക, ഒരു ത്രൈമാസികം KT രാംമോഹനായിരുന്നു ഇതിൻ്റെ ഒരു എഡിറ്ററായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പല ലേഖനങ്ങളും വായിക്കാൻ ഇടയായി. അതോടൊപ്പം തന്നെ പിൽക്കാലത്ത് നിരോധിക്കപ്പെട്ട TG ജേക്കബിൻ്റെ എ ടൈൽ ഓഫ് ടൂറിസം എന്ന് പറയുന്ന പുസ്തകവും വായിക്കാനിടയായി. അതിൽ നിന്ന് എനിക്ക് ചില വിജ്ഞാനങ്ങൾ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതുവരെ കേരള മോഡൽ എന്ന് നാം
വിളിച്ചിരുന്ന ഒന്നിനെ വളരെ ഗൗരവമായി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പഠനങ്ങളാണ് ടി ജി ജേക്കബ്, അതേപോലെ LC താരമംഗലം, KT റാംമോഹൻ തുടങ്ങിയ ആൾക്കാർ നടത്തിയിരുന്നത്. കേരള മോഡൽ എന്ന് വിളിക്കുന്ന വികസനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നിങ്ങൾക്കറിയാം. അത് ലോക നിലവാരത്തിലുള്ള ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ആരോഗ്യ സംരക്ഷണം, പൊതുവിദ്യാഭ്യാസം, അതുപോലെ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയിൽ നൽകുന്ന ഒരു വലിയ ലോക നിലവാരത്തിൽപ്പെട്ട അല്ലെങ്കിൽ ലോകരാജ്യങ്ങളോട് ബന്ധപ്പെടുത്താവുന്ന രീതിയിലുള്ള ഉന്നതിയും, അതേസമയം തന്നെ പ്രതിശീർഷ വരുമാനവും സാമ്പത്തിക വളർച്ചയും നോക്കുമ്പോൾ ഒരു സ്റ്റാഗ്നേഷനാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയും സാംസ്കാരിക, അതുപോലെ തന്നെ പിന്നോക്ക ജാതികളിലുള്ള വലിയ തരത്തിലുള്ള സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള ഉണർവ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാധനത്തിനെയാണ് 1970കളുടെ അവസാനം പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും കേരള മോഡൽ എന്ന് വിളിച്ചത്. എന്നാൽ ഇത് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു ഒരു ക്രമമാണെന്നും ഒരു പരിധിവരെ ഇതൊരു കെട്ടുകഥയാണെന്നും ആദിവാസികളും ദളിതരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുമൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം നരിവേട്ട പോലുള്ള സിനിമ വന്നിട്ടുള്ള സമയമാണ്. പ്രത്യക്ഷത്തിൽ ആ സിനിമയുടെ രാഷ്ട്രീയത്തോടോ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളോടോ വ്യക്തിപരമായി യോജിപ്പില്ലാത്ത ഒരാളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അന്നത്തെ ആ സമരത്തോടും എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ലായിരുന്നു. അത് വ്യക്തിപരമാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ, അതായത് നമ്മുടെ വികസന സങ്കല്പം ഉൾക്കൊള്ളാത്ത ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആദിവാസികൾ, ദലിതർ, അവർക്കൊക്കെ ക്ഷേമ പദ്ധതികൾ പലതായിട്ട് വിവിധ സർക്കാരുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് വിഭാഗങ്ങളുമായിട്ട് നാം കമ്പയർ ചെയ്യുന്ന നേരത്ത് ഇവരുടെ വികസനം എന്ന് പറയുന്നത് വളരെ 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 ശോചനീയമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, അവരുടെ പ്രശ്നങ്ങൾ വലിയ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് പല തീരമേഖലകളിലും അനുഭവിക്കുന്ന വലിയ ദുരിതങ്ങൾ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അവരനുഭവിക്കുന്ന പലതായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നാം അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. സാറിൻ്റെ പ്രഭാഷണം അതിനുള്ള ഒരു തുടക്കമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തു തന്നെയായാലും ഈ പ്രഭാഷണം നമുക്ക് ഇവിടെ സാറിൻ്റെ ഒരു ടോക്കോടുകൂടി നിർത്തുന്ന ഒരു പ്രഭാഷണമാകരുത് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ ഏവരെയും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൻ്റെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ സാറ് വിളിക്കുമ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. ശിവദാസ് സാറിനെ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. ഡോക്ടർ സീമ പേര് കൊണ്ടും കണ്ടിട്ടും ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നെ വിളിക്കുന്നു, വരുന്നു എങ്കിൽ എന്തോ കാരണമുണ്ട്. കാരണം വളരെ സിമ്പിളാണ്. നിങ്ങളെപ്പോലെയുള്ളവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ മനസ്സുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഒന്ന്. ഇത് പിന്നെ കുറച്ച് എന്താ പറയുക നൊസ്റ്റാൾജിയ, എന്താ മലയാളത്തിന് പറയുന്നത്, ഗൃഹാതുരത ഉണർത്തുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ സീമയും ശിവദാസ് സാറും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ക്യാമ്പസിലൊക്കെ കറങ്ങി നടന്നിട്ടുള്ള ഒരാളാണ്.
ഇങ്ങനെ ഇത്രയൊന്നും വലുതല്ല ഈ കെട്ടിടങ്ങൾ, ഈ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. പക്ഷേ പഴയ കെട്ടിടങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് താനും. അപ്പം പ്രത്യേകിച്ച് നിങ്ങളുടെ ഹോസ്റ്റല് മനസ്സിലായല്ലോ, ഞാനിവിടെയൊക്കെ കിടങ്ങി നടന്ന ആളാണെന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. അപ്പോൾ അത് തിരിച്ചൊന്ന് ക്യാമ്പസിൽ കയറി വരുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. ഇടയ്ക്ക് ഞാനൊരിക്കൽ വന്നിരുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ അരുൺ, ഡോക്ടർ അരുണൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതിൽ 2 വർഷം പൊളിറ്റിക്സും അവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു പരിപാടിയിൽ ഞാൻ വന്നിരുന്നു. ശരിയാ, അവിടെ ആ സൈഡല്ലായിരുന്നു. അതെ അവിടെ വന്നിരുന്നു. എങ്കിലും അന്ന് പക്ഷേ വളരെ ഫോർമലായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങൾക്കും ആൾക്കാർക്കൊക്കെ ചോദിക്കാം, ഇപ്പോൾ പറഞ്ഞ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഡോക്ടർക്ക് എന്താ ഈ മലയാളം വിഭാഗത്തിൽ കാര്യം എന്ന ചോദ്യമുണ്ടല്ലോ. അതേ ചോദ്യം തിരിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കും. ഈ മലയാളം വിഭാഗക്കാർക്ക് എന്താ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കാര്യം എന്ന് ചോദിക്കണ്ടേ? എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ തിരിച്ചങ്ങോട്ടും ചോദിക്കണ്ടേ? അപ്പോൾ ആ ചോദ്യമുണ്ട്. അപ്പോൾ അതിനിടയിൽ എന്നെക്കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞു. ഇവിടെ ഞാൻ എൻ്റെ MBBS കഴിഞ്ഞത്തെ ആദ്യത്തെ ഇടപെടൽ എന്ന് പറയുന്നത് എറണാകുളത്തായിരുന്നു. എറണാകുളമാണ് ആദ്യത്തെ സാക്ഷര ജില്ല. അപ്പോൾ ആ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇതേ ചോദ്യം വരും, ഈ ഡോക്ടർക്ക് എന്താ സാക്ഷരതയിൽ കാര്യം, അക്ഷരത്തിൽ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ബന്ധം എന്ന് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് അക്ഷരസാക്ഷരത ഉണ്ടാവുന്നു, അക്ഷരത്തിൽ നിന്നും ആരോഗ്യത്തിലേക്കെന്നാണ്. സാക്ഷരരാകുന്നവർ ആരോഗ്യ അവബോധത്തിലേക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അതായത് കേവലം അക്ഷരം പഠിപ്പിക്കലല്ല, എഴുതി ഒപ്പിടാൻ പഠിക്കലല്ല, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു. അങ്ങനെയും പറയാം. അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ അക്ഷരത്തിന് എന്താ വികസനത്തിൽ കാര്യം, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ എല്ലാ തലത്തിലുള്ള വികസനം എന്ന് പറയുമ്പോഴത്തേക്കും കേവലം പിന്നെ GDP-യുടെ ഒന്നും കണക്കല്ല ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ മാറ്റം, വികസനം എന്നുള്ള പറഞ്ഞത് കേരളത്തിൻ്റെ അല്ല, ലോകത്തെ മാറ്റം. പക്ഷേ കേരളത്തിൻ്റെ മാറ്റം, ആ മാറ്റത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കണം എന്ന് വ്യക്തമാവും. കേരളത്തിലെ മാറ്റത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് അക്ഷരങ്ങളാണ്, സാഹിത്യമാണ്, കലയാണ്, നാടകമാണ്, കവിതയാണ്, അല്ലേ, നോവലാണ്, ഇങ്ങനെ എത്ര കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കണോ വേണ്ടായോ? ഇതാണ് ചോദ്യം. അല്ലേ സാർ? അതല്ലേ നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കഴിഞ്ഞ തവണ കാലാവസ്ഥാ വ്യതിയാനമല്ലേ ഇവിടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കൊണ്ട് ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ്. മലയാളം വിഭാഗമാണ് ചെയ്തത്. ഇവിടെ അപ്പുറേ നമ്മുടെ മറ്റേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഏതാ, എൻവയോൺമെൻറ്റ്സ്. നിങ്ങളവിടെ അത് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഇതാ കാര്യം. അവിടുന്ന് ആരൊക്കെയാണ് ഈ കൊളുത്തിയ തിരി ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ വെല്ലുവിളി. അതാണ് സാർ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതിവിടെ കൊണ്ട് തീർക്കാനല്ല, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇടപെടാൻ കഴിയുക എന്നതിലേക്ക് പോകാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്തെ അടിസ്ഥാനം. ഞാൻ വിഷയത്തിലേക്ക് അങ്ങ് കടക്കാനാണ് ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ ഒരുപാട് നേരം ഇരിക്കാനും ഒക്കില്ല, എനിക്കറിയാം. ഞാനവിടെ ഇരുന്ന ആളായതുകൊണ്ട് എനിക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ബുദ്ധിമുട്ടാകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അപ്പോഴും നിർത്തണം. അപ്പോഴല്ല, നിർത്താനൊരു അവസരം കൂടെ തരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഈ വികസനവും സുസ്ഥിര വികസനവും ഒക്കെ പറയുമ്പോൾ ഇപ്പോൾ വികസനത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പം തന്നെ ആലോചിക്കേണ്ടി വരും. എന്താ വികസനം എന്നുള്ളത്? ഇപ്പോൾ ഇവിടെ സാറ് പറഞ്ഞല്ലോ, എല്ലാവരും പോകുന്നു എന്നാണല്ലോ പറഞ്ഞത്. അതിനിവിടെ ഒരു വലിയൊരു നാട്ടിലെ ഒരു വലിയ ഇതുകൊണ്ട്, കേരളത്തിൽ നിന്ന് എല്ലാ കുട്ടികളും പോകുന്നു. അതിനകത്ത് 2 വശമുണ്ട്. ഒന്ന്, പോകാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പോകാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിനുള്ള വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് തുടക്കം. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാവരും പോകുന്നു, അത് വേറെ കാര്യം. പക്ഷേ ആ വികസനത്തിലെത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ 2ാം ഭാഗം എവിടെ പോകുന്നെന്നും ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും കൂടെ അന്വേഷിക്കേണ്ടി വരും. കഴിഞ്ഞ ഒരു 4-5 വർഷമാണ് ഈ ബൂം, എല്ലാവരും വെളിയിലേക്ക് പോകുന്നു, വിദ്യാർത്ഥികളെല്ലാം വെളിയിലേക്ക് പോകുന്നു എന്നതും ഇന്നത്തെ സ്ഥിതി എന്താണെന്നും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിശോധിച്ചാൽ ആ ബൂം പെട്ടെന്ന് പൊട്ടിത്തകർന്നു എന്ന് മനസ്സിലാവും.
അതല്ലല്ലോ നമ്മുടെ വിഷയം, അതിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് അതിനുള്ള അപ്പോൾ ആ വികസനം എവിടെ എന്നുള്ളത് പറയുമ്പോൾ കേവലം GDP ഒന്നും അല്ല, മറിച്ച് പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുക. ഞാൻ ഈ ഒരു പവർ പോയിൻറ്റിൻ്റെ ആളല്ല, എനിക്ക് വലിയ താല്പര്യമില്ല ഈ പവർ പോയിൻ്റ് വെച്ചിട്ടുള്ള ഇല്ല. പക്ഷേ പവർ പോയിൻ്റ് നിങ്ങളും പവർ പോയിൻ്റ് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് പറയുക, ഈ പവർ പോയിൻ്റ് നമ്മളെ നയിക്കാനല്ല. പലപ്പോഴും നമ്മളുടെ പ്രസൻറ്റേഷൻസൊക്കെ വരുമ്പോഴേക്കും പവർ പോയിൻ്റ് നമ്മളെ അങ്ങ് നയിക്കും. നമ്മളെ നയിക്കാനല്ല, കുഴപ്പമുണ്ടോ, മറിച്ച് നമ്മളെ സഹായിക്കാൻ മാത്രമാണ്, ചില കാര്യങ്ങൾ ഓർക്കാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ സാമ്പത്തിക വികസനം എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ സാമ്പത്തിക വികസനം മാത്രമല്ല, സാമൂഹികമായ അടക്കമുള്ള കാര്യം. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു, സാമൂഹികമായിട്ടുള്ള പൊതുവേ നമ്മുടെ വ്യവസ്ഥയെ മെച്ചപ്പെടുത്തലാണ്, മാറ്റമാണ് ഇതിൻ്റെയൊക്കെ കാര്യം. വികസനം എന്ന് പറയുന്നത് മാറ്റമാണ്. അത് ജനങ്ങളുടെ ഉണ്ട്, സ്ഥലങ്ങളുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയാണ് പോവുക. അങ്ങനെ ചർച്ച ചെയ്താൽ നമ്മളീ പറയുന്ന ആരോഗ്യവും വിദ്യാഭ്യാസവും ദാരിദ്ര്യവും ഇൻഫ്രാസ്ട്രക്ചറും അതൊക്കെ വരും. ഇൻഫ്രാസ്ട്രക്ചർ വരും, പാലങ്ങളും എല്ലാം വരും, പിന്നെ കുടിവെള്ളവും ശുചിത്വവും ഇപ്പോൾ ഈ പറയുന്ന മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങൾ ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരിക. അത് പറയുമ്പോഴാണ് തുല്യതയുടെ അംശം വരിക, ഇക്വിറ്റി എന്ന് പറയുന്ന അംശം വരിക. എവിടെയെങ്കിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താമെന്ന് പറയില്ല. ഞാൻ ഡൽഹിയിൽ കുറേ വർഷം ജീവിച്ചവനാണ്. ഡൽഹിയിൽ പോയിട്ടുള്ളവരുണ്ടോ? നമ്മുടെ മെയിൻ റോഡുകളൊക്കെ ഗംഭീരമാണ്. നമ്മുടെ എവിടെ അത്രയും ഫ്ലൈ ഓവർ വന്നിരുന്നെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു. അതാണ് വികസനം എന്ന് പറയാൻ. ആ വഴിയുടെ 2 സൈഡിലോട്ടും നടന്നിട്ടുണ്ടോ? ആ വലിയ ഇതിൻ്റെ 2 സൈഡുകളിലേക്ക് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാവും. അവിടെയാണ് തുല്യതയുടെ പ്രശ്നം പറയുക, ആർക്കൊക്കെ എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ, ഞാനിത് പറഞ്ഞത് നമ്മൾ പോകാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് വരിക. അപ്പോൾ ഈ രീതിയിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വികസനം മറ്റു പലതുമാണ് എന്ന് മനസ്സിലാക്കുക. അവിടെയാണ് നമ്മളുടെയൊക്കെ പങ്ക് വരുന്നത്. അപ്പോൾ കേവലം കേന്ദ്രീകൃതമായിട്ട് മാത്രമുള്ള വികസനത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്, പക്ഷേ മനുഷ്യനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വരാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് പറയുക. അപ്പോൾ സുസ്ഥിര വികസനം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വർത്തമാനം പറയാം. എനിക്ക് നിങ്ങളോട് വർത്തമാനം പറയാനാണ് ഇഷ്ടം. ആദ്യത്തേത് ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഇവരിങ്ങനെ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമല്ലോ. ഞാൻ ഇതൊന്നും വേണ്ടാന്ന് വെച്ചാൽ, പക്ഷേ ഞാനിവിടെ വരുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രഭാഷണം, ഒരു യൂണിവേഴ്സിറ്റി അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അതിൽ ഒന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള മില്ലിനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞ സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, SDG കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഞാനിത് മോളിൽ കൂടെ പറയല്ലോ, ഈ പ്രശ്നം എനിക്കും അറിയത്തില്ല. കാര്യം ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയത്തില്ല, ഇത് എവിടെയാണ്. അപ്പം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നുള്ളതാണ്. അത് 2015 ഏതാണ്ട് 193 രാജ്യങ്ങൾ, ഏതാണ്ട് വലിയ കൂട്ടായ്മയാണ്, അങ്ങനെ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് തീരുമാനിച്ചതാണ്. അതിനെ നമ്മുടെ ലോകത്തെ മാറ്റാം എന്നുള്ളതാണ് അതിനകത്ത് മധ്യം. അതായത് അജണ്ട 2030 എന്നാണ്, 2030 അജണ്ട. അതായത് 2030 ആകുമ്പോഴേക്കും മാറ്റം കൊണ്ടുവരാം എന്നുള്ളതാണ്. അതിൽ 17ഓളം ലക്ഷ്യങ്ങൾ, ഗോൾസ് എന്ന് പറയുന്ന രീതിയിലാണ്. 169 ഉപലക്ഷ്യങ്ങൾ എന്നുള്ള ഞാനങ്ങ് വാക്കുപയോഗിച്ചത് എനിക്ക് മനസ്സിലാകത്തില്ല. ഈ ഗോൾസും ടാർഗറ്റ്സും തമ്മിലുള്ള വ്യത്യാസം മലയാളത്തിൽ എങ്ങനെ പറയാമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഉപലക്ഷ്യം. ഉദ്ദേശമാണോ ഗോൾ? ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്, ടാർഗറ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ്. ഈ 3 വാക്കുകളുണ്ട്. ഗോൾസ് ഉണ്ട്, ടാർഗറ്റ്സ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 2016 ജനുവരി 1 മുതൽ ഡിസംബർ 31, 2030 അജണ്ട 2030 എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വേറെ ചിലത്ത് ഗുണം ചെയ്യും കേട്ടോ. നിങ്ങളൊക്കെ PSC ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരാണല്ലോ, അപ്പോൾ ഇതും കൂടെ നോക്കിക്കോ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഏതാണ്ട് 17ഓളം ലക്ഷ്യങ്ങളുണ്ട്. 17ഓളം ലക്ഷ്യങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇത് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതിനകത്ത് എന്നാലും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒന്ന് പിന്നെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് സീറോ ഹങ്കർ എന്നാണ്, പിന്നെ വിശപ്പില്ലാത്ത ലോകം എന്നുള്ളതാണ്. പിന്നെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് 4മത്തേത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നാണ് കേട്ടോ, എഡ്യൂക്കേഷൻ അല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നാണ്. പിന്നെ
ലിംഗസമത്വമാണ്. അതുപോലെ തന്നെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അങ്ങനെ അഫോർഡബിൾ എനർജി, ക്ലീൻ എനർജി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. നിങ്ങളിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വാക്കുകൾ വരുമ്പോഴാണ് അതിന് ഏത് തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ഡീസൻറ്റ് വർക്ക്, അത് റിഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റീസ്, പിന്നെ സസ്റ്റൈനബിൾ സിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷനാണ്. പിന്നെ ക്ലൈമറ്റ് ആക്ഷൻ, പിന്നെ ലൈഫ് ബിലോ വാട്ടർ, നമ്മളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ലൈഫ് ബിലോ വാട്ടർ ഉണ്ട്, ലൈഫ് ഓൺ ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പീസ്, ജസ്റ്റിസ്, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ തരികയും ചെയ്യാം, ഇതിവിടെ തരികയും ചെയ്യാം. താല്പര്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് ഇതായിരിക്കും. അപ്പോൾ 17 വികസന ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്, ഗോൾ എന്ന നിലയിലാണുള്ളത്. ഓവറോളായിട്ട് എടുത്തിരിക്കുന്ന സങ്കല്പം ഇത് ജനങ്ങളെക്കുറിച്ചാണ്, ഈ പ്ലാനറ്റിനെ കുറിച്ചാണ്, അത് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്, സമാധാനത്തിന് വേണ്ടി. കാരണം ഇതൊക്കെ ശരിയായാൽ സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൊളാബറേഷനാണ്, ഒന്നിച്ചുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു പൊതു തത്വമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തുടങ്ങിയതൊന്നുമല്ല. നിങ്ങളിൽ ചിലർക്കൊക്കെ ഓർക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, 1972 വികസനത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സാമ്പത്തികമല്ല, അതിനും അപ്പുറമുണ്ടെന്നുള്ള കാഴ്ചപ്പാട്, എൻവയൺമെൻറ്റ് ഒക്കെ വരുന്നത് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസാണ്. അതിനുശേഷം ഒരു ബ്രൺലാറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. 90 ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ വാക്ക് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാകുന്നു. പിന്നെ നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുള്ള 1992 റിയോ കോൺഫറൻസ്, റിയോ ഡി ജനീറോ എന്ന് പറഞ്ഞ സ്ഥലത്തെ റിയോ കോൺഫറൻസ്. അതാണ് പരിസ്ഥിതി വികസനവും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെക്കുറിച്ച് കൃത്യമായി പറയും. അപ്പോൾ ഇത് വളരെ കാലം പിന്നിട്ടുള്ള കാലമല്ല. അപ്പോൾ ഇതിനിടയിൽ പിന്നെ എല്ലാവർക്കും ആരോഗ്യം 2000 എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്ന കാലം. 94 കെയ്റോ കോൺഫറൻസാണ് പോപ്പുലേഷനെക്കുറിച്ച്, ജനസംഖ്യയെക്കുറിച്ചും ഒക്കെയുള്ള അതിനെക്കുറിച്ച് പറഞ്ഞത്. ഏറ്റവും നിർണായകമായ ഒരു വലിയ മാറ്റം പറഞ്ഞത് 95 ബീജിംഗ് കോൺഫറൻസാണ്. അവിടെയാണ് ഈ ജെൻഡർ എന്ന വാക്കിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത്. പിന്നെയാണ് 2000 സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു 8ഓളം ലക്ഷ്യങ്ങളാണ് വന്നത്. പക്ഷേ അതിനുശേഷമാണ് നമ്മൾ 2016 മുതൽ, ആ 15 വർഷത്തെ ഇതിൽ വെച്ചാണ് 2016 മുതൽ 30 വരെ എന്ന നിലയിൽ അജണ്ട 2030 നമ്മളുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, SDG എന്ന നിലയിലേക്ക് വരിക. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ലക്ഷ്യങ്ങളുണ്ട്, ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്, സസ്റ്റൈനബിൾ ആയിരിക്കണം, സുസ്ഥിരമായിരിക്കണം, നിലനിൽക്കണം എന്ന നിലയിലേക്കുള്ളതാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങൾ, അത് 8ഓളം വികസന ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് തീവ്ര ദാരിദ്ര്യം അന്നും ഉണ്ട്, നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം അന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് പറയുക. പിന്നെ ശിശുമരണ നിരക്ക്, ലിംഗതുല്യം, HIV AIDS അന്നത്തെ പ്രധാനപ്പെട്ടതായിരുന്നു. പരിസ്ഥിതി വരും, വികസനം. പക്ഷേ ഇത് വളരെ ബ്രോഡായിട്ട്, വളരെ വിശാലമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ നേടണമെന്ന് പറയൽ മാത്രമായിരുന്നു. പക്ഷേ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് വന്നപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട്, എന്ന് മാത്രമല്ല കുറച്ചുകൂടെ പോയിൻറ്റഡ് ആയിട്ട്, എന്ന് മാത്രമല്ല അതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതൊക്കെ തന്നെയും എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം, ഇത്ര ശതമാനം ഒന്ന് കുറയ്ക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇത്തവണത്തെ പറയുന്നതിൽ അതൊക്കെ പൂർണ്ണതയാണ്. ഇത് കുറച്ച് പേരൊന്ന് മാർക്കിട്ടിയാൽ പോരാ, ഇതെല്ലായിടത്തും എത്തണമെന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഏതാണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഏതൊരു കാര്യവും ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയും. എനിക്കറിയാം ഇതിനകത്ത് ചിലരെങ്കിലും ഇതൊക്കെ പ്രസംഗിക്കാനും ഒക്കെ ഉള്ളവരുണ്ടെന്ന് എനിക്കറിയാം. പല രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ചിലരെ അവിടെയൊക്കെ മുഖം എനിക്ക് കാണുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുമല്ലോ ആരൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിന് ചില വർത്തമാനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി പ്രസംഗിക്കുകയൊക്കെ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾക്ക് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ വിഷയങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ ഈ 17 ലക്ഷ്യങ്ങളിനകത്തേക്ക് കൊണ്ടുവന്നു എന്ന സമഗ്രമായുള്ള സമീപനമാണ് ഈ 193 രാജ്യങ്ങൾ ഒപ്പിട്ടതെന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ കൂടുതലും വികസിത രാജ്യങ്ങൾക്കാണ് ഊന്നൽ എങ്കിൽ ഇത്തവണ അങ്ങനല്ല, എല്ലാ രാജ്യങ്ങളും ഇതിലെ പങ്കാളിയാണ്, മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്ന നിലയിലാണ്. അതിൽ പല ഘട്ടങ്ങളിലൊക്കെ നിൽക്കും, എല്ലാം ശരിയാകുമെന്നുള്ള അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മുമ്പോട്ട് പോകാനുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനകത്ത് ലക്ഷ്യങ്ങളും ഉപലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സൂചകങ്ങൾ
അതാണ്. കാരണം വെച്ചാൽ കൃത്യമായിട്ട് അളക്കാനും കൂടെ പറ്റണം. ഞങ്ങൾ ഭയങ്കര വികസനം നടത്തിയെന്ന് പറഞ്ഞാൽ പോരാ, എന്തിലാണ് മാറ്റം ഉണ്ടായത് എന്നുകൂടി പറയാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മളുടെ പ്രശ്നം തുടങ്ങുന്നത്. കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ സാറ് എന്തായാലും എനിക്ക് പറയേണ്ടതിൻ്റെ ബാക്ക്ഗ്രൗണ്ടല്ല സാറ് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് എളുപ്പമായി. പിന്നെ കാര്യം അപ്പോൾ അതിലാണ് ഞാൻ എന്താണ് ഈ പിന്നെ കേരളത്തിലേക്ക് വരികയെന്ന് വെച്ചാൽ. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും കണക്കൊക്കെ ഞാൻ പിന്നെ പറയാം, കണക്കിനെ കുറിച്ചൊന്നുമില്ല, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് പറയാം. ഇപ്പോൾ കേരളം ഇത്തവണയും 1-ാം സ്ഥാനത്താണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ് കേരളം. അറിഞ്ഞായിരുന്നോ? ഈ അടുത്തിടെ വന്നതാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 1-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 4 തവണയായിട്ടും നമ്മൾ തന്നെയാണ് 1-ാം സ്ഥാനത്ത്. ആകെ ഒരു വ്യത്യാസം എന്താണെന്നറിയോ? ഇത്തവണ നമ്മളും ഉത്തരാഖണ്ഡും ഒന്നിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഈ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാലത്ത്, അതായത് 82, 81, 82 മുതലുള്ള കാലങ്ങളാണ്. ആ സമയത്ത് ഈ 2000 ആണ്ടോടുകൂടി എല്ലാവർക്കും ആരോഗ്യം എന്നത് ഒപ്പിട്ട കാലമാണ്. അപ്പം ഞങ്ങൾ പഠിച്ചത് എന്താണെന്നറിയോ? 2000 ആണ്ടോടുകൂടി എല്ലാവർക്കും ആരോഗ്യം എന്ന അതിലെ പല കാര്യങ്ങളും ഇതിനകം തന്നെ നേടിയ പ്രദേശമാണ് കേരളം എന്നാണ് പഠിച്ചത്. അതിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ടായി. ഈ ആമൈമൂലിൻ്റെ ഓട്ടം പോലെയും കൂടെ ചില പ്രശ്നങ്ങളും ഉണ്ടായി. നമ്മളെല്ലാം നേടിയതാണല്ലോ, പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന പ്രശ്നവും ഉണ്ടായി. പിന്നീട് നമുക്കത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ആ കാലത്തു നിന്നാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ ഈ 1-ാം സ്ഥാനമായിരുന്നു. കഴിഞ്ഞ 4 തവണ 1-ാം സ്ഥാനമായിരുന്നു. ഇത്തവണ 1-ാം സ്ഥാനം പങ്കുവയ്ക്കാനായിട്ട് ഉത്തരാഖണ്ഡും ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. പക്ഷേ നിങ്ങളൊക്കെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നതായതുകൊണ്ട് കൂടെയാണ് ഞാൻ പറയുക, ഈ 1-ാം സ്ഥാനത്തിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ എനിക്ക് അറിയാം, 1-ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ മന്ത്രിമാരും അവരും ഒക്കെ പോയി ഡൽഹിയിലാണ് പിന്നെ 1-ാം സ്ഥാനം 1-ാം അവാർഡ് വാങ്ങിക്കാൻ പോവുക. ഞാൻ ചിലപ്പോൾ കളിയാക്കിയിട്ട് ചിലരോടൊക്കെ പറയും, നിങ്ങൾ എന്നാ ഈ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വരിക എന്ന് പറയും. ഈ 1-ാം സ്ഥാനം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 1-ാം സ്ഥാനം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 1-ാം സ്ഥാനം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിങ്ങളെന്താ മനസ്സിലാക്കുന്നത് 1-ാം സ്ഥാനം കിട്ടിയത്? നിങ്ങൾ കുറച്ച് നാളൊക്കെ ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ അത്രയും വാശിയില്ലായിരിക്കും. അതിന് മുമ്പൊക്കെ ചിലരൊക്കെ 1-ാം സ്ഥാനത്തിന് വേണ്ടിയൊക്കെ വാശി പിടിച്ചവരുണ്ടാവുമല്ലോ. 1-ാം സ്ഥാനത്തിൻ്റെ അർത്ഥം എന്താ? 1-ാം സ്ഥാനത്തിൻ്റെ അർത്ഥം 2-ാം സ്ഥാനക്കാർ കൂടെ എത്തിയില്ലെന്നേ ഉള്ളൂ. 1-ാം സ്ഥാനത്തിൻ്റെ അർത്ഥം എന്താ? 2-ാം സ്ഥാനക്കാർ കൂടെ എത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഓട്ടത്തിലാണേലും ശരി, പഠിത്തത്തിലാണേലും ഒക്കെ ശരി. ഞാൻ പഠിച്ചത് ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പിന്നെ എന്താ പറയുക ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ 4-ാം ക്ലാസ് വരെ ആൺകുട്ടികൾക്കൂടെ പ്രവേശനം. ഇങ്ങനെ ബെല്ലടിച്ചിട്ട് അങ്ങോട്ട് ഓടാവുന്ന രീതിയിലുള്ള സ്കൂളാണ്. അപ്പോൾ അവിടെയാണ് പഠിച്ചിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അന്നത്തെ കാലമാണെന്ന് ഓർക്കണം. എൻ്റെ കൂടെ പഠിക്കുന്നവരാരുടെയും പേരൻസ്, രക്ഷകർത്താക്കൾ അധ്യാപകരോ അങ്ങനെ ആയിരുന്നില്ല. അതിൽ നല്ലൊരു ശതമാനം പേരുടെയും പേരൻസ് സ്കൂളിൽ പഠിച്ചിട്ട് തന്നെയില്ല. അവിടെ പിന്നെ ആരാ ഫസ്റ്റ്? ഞാനാ ഫസ്റ്റ്. പിന്നെ അച്ഛനും അച്ഛൻ നോക്കാറില്ല, അമ്മ അവിടെ നോട്ടം ഉണ്ടെന്ന് വെച്ചോളൂ, വായിക്കാനും ഒക്കെ അതൊക്കെ തന്നെ. അപ്പോൾ 1-ാം സ്ഥാനം ഞാനാ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഇതിലേക്ക് വേറെ സ്കൂളിൽ പോകണം. ആ സ്കൂളിൽ പോയപ്പോൾ ഇതുപോലെ കുറേ 1-ാം സ്ഥാനക്കാർ അവിടെ വരിക. അപ്പോഴെൻ്റെ 1-ാം സ്ഥാനം അവിടെ പോയി. കുറച്ചുകൂടെ കഷ്ടപ്പെടണം 1-ാം സ്ഥാനം നിലനിർത്താൻ. പിന്നെ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് വന്നപ്പോഴും മൊത്തം 1-ാം സ്ഥാനക്കാരാണ്. അതിനിടയിൽ കിടന്ന് കഷ്ടപ്പെടും. അപ്പോൾ ഈ 1-ാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം സ്ഥാനക്കാർ നമ്മുടെ ഒപ്പം ഒത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളം 1-ാം സ്ഥാനമാണെന്ന് നമ്മൾ പറയുമ്പോൾ പുറകെ ആളുണ്ടെന്നും കൂടെ ഓർക്കണം. എന്ന് മാത്രമല്ല, നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നും അല്ല അർത്ഥം. നമ്മൾ മുമ്പോട്ട് പോവാണ്, നമ്മൾ മുമ്പോട്ട് പോവുക തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നയിക്കാനുള്ളതല്ല. ആ ഒരു പൊസിഷൻ ഞാൻ എടുക്കുക. നമ്മൾ ഈ പല വാക്കുകളും ഫാൻസിയായിട്ട് കണക്കാക്കും. ഇതാണ് ഇനി ലോകം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, നമ്മളത് ചെയ്യണം, അത് അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളത് അല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഒരു ചട്ടക്കൂടാണ്. കേരളത്തിൻ്റെ വികസന അജണ്ട നമ്മളത് നിശ്ചയിക്കുക. അത് നിശ്ചയിച്ചത് പണ്ടേ നിശ്ചയിച്ചതാണ്. ഏതാ?
നമ്മൾ കേരളം 1956 രൂപം കൊടുത്തതിന് ശേഷം ഉള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ്, ആദ്യത്തെ സർക്കാർ, ആ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് വെച്ച ഒരു വികസന പാതയുണ്ട്. അത് വെൽഫെയർ അജണ്ടയാണ്. ആ വെൽഫെയർ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പാത അത് കാലാകാലങ്ങളായി തുടർന്ന് നമ്മളിവിടെ എത്തുക. ഇവിടെ നമ്മൾ പല മേഖലയിലും നല്ല മുമ്പിൽ നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അന്ന് തുടങ്ങി വെച്ച ഒരു വികസന പാതയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അതിൽ തുല്യതയുണ്ട്. അതുപോലെ തന്നെ സേവന മേഖലകളിലാണ്, ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെയാണ് നമ്മളുടെ ഊന്നൽ. അപ്പോൾ നമ്മൾ ചിലരൊക്കെ തന്നെ പറയും, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫ്ലൈ ഓവർ ഇല്ല, നമുക്ക് അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണക്ടിവിറ്റിയുള്ള, യാത്രാ സൗകര്യമുള്ള അത്തരമൊരു പ്രദേശം ഇന്ത്യയിലെങ്ങും കാണിക്കാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് വ്യത്യാസമേ. നിങ്ങൾ കാസർഗോഡുകാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കണ്ണൂരുകാരെങ്കിലും ഉണ്ടോ? കണ്ണൂർ എവിടെയാ? പയ്യന്നൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കൂടെ ഒന്ന് പോവുക. ഏതൊരു സ്ഥലത്തേക്കും നിങ്ങളുടെ ബൈക്കെങ്കിലും പോകാൻ കഴിയുന്ന സ്ഥലമുണ്ടോ ഇല്ലയോ? റോഡുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. ഏതൊരു ചെറിയ പ്രദേശത്തും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവാം. ഞാൻ ഈ കഴിഞ്ഞ തവണ കച്ച്, ഭുജ് ഇതിനൊക്കെ പോയി കുറച്ച് ദിവസം ഇവിടെയൊക്കെ കറങ്ങിയിട്ട് വരികയാണ്. മെയിൻ റോഡ് ഇങ്ങനെയുണ്ട്. സൈഡിലേക്ക് നമ്മൾ പൊടിമണ്ണിലൂടെ നടന്നു പോവുകയെന്ന് വൃത്തിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വണ്ടിയാണെങ്കിൽ പോലും റോഡെന്ന് സങ്കല്പിച്ച് നമ്മൾ പോകാനേ ഒക്കെയുള്ളൂ. കാരണം ഇക്വിറ്റിയാണ് പ്രശ്നം, തുല്യതയുടെ പ്രശ്നം. തിരുവനന്തപുരത്ത് മാത്രമല്ല, പയ്യന്നൂർ അങ്ങേ അറ്റത്തുള്ള സ്ഥലങ്ങളും ഈ വികസനത്തിന്, ഞാൻ റോഡിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ, വികസനത്തിൻ്റെ, അത് ഇതിൻ്റെ വിദ്യാഭ്യാസം എന്തിനു വേണ്ട. നമ്മളിവിടെ ഒരു 2 കിലോമീറ്ററിനകത്ത് ഒരു ഡോക്ടറോ ആശുപത്രി ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു സ്ഥലത്ത് 2 കിലോമീറ്ററിനപ്പുറത്ത് അകത്ത് എവിടെയെങ്കിലും ഒരു ആശുപത്രിയോ ഡോക്ടറോ ഉള്ള സ്ഥലമാണോ ഇല്ലയോ? ഒരു പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഡോക്ടർ ഉണ്ടാവില്ലേ? സ്കൂള്, ഈ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് തുല്യതയുടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു വികസന അജണ്ട നമ്മൾ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ച ഇങ്ങോട്ട് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ ഈ വേറൊരു സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ തള്ളിക്കളയാനല്ല, മറിച്ച് ഈ വികസന അജണ്ട നടപ്പിലാക്കുമ്പോഴും ആ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ചട്ടക്കൂടിന് പ്രസക്തിയുണ്ട്. ഒന്ന്, ലക്ഷ്യം. ഓരോ മേഖലകളിലും നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. 2, അതിൽ തന്നെ ടാർഗറ്റ്സ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് എന്ന നിലയിൽ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ആസൂത്രണത്തിനും അതുപോലെ തന്നെ അത് നടപ്പിലാക്കാനും അതിനെ മോണിറ്റർ ചെയ്യാനും സഹായിക്കുന്നതാണ്. ആ ചട്ടക്കൂട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെച്ചിട്ടുള്ള ഇതിൽ മുമ്പോട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള സൂചകങ്ങൾക്കോ അപ്പുറത്തേക്കുള്ള സൂചകങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതാണ് ഉദ്ദേശം. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നതെന്നുള്ളതിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്ന് ഭൂബന്ധങ്ങളാണ്. ലാൻഡ് റിലേഷൻസാണ്. അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്ന ഒരു കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാനൊക്കെ വളരെ ഫ്യൂഡൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറ്റങ്ങളുടെ ഇടയിൽ വന്നവനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അന്നുണ്ടായത് ഭൂപരിഷ്കരണമാണ്. കേരളത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത് ഭൂപരിഷ്കരണമാണ്. എന്താ മാറ്റം? ജന്മിയിൽ നിന്ന് ഭൂമി കിട്ടുന്നു എന്നതാണ് ഒരു വലിയ മാറ്റം. അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊരു ബില്ലൂടെ ഉണ്ടായിരുന്നു. ഈ കുടിയാൻ ബന്ധത്തിൽ, ജന്മി കുടിയാൻ ബന്ധത്തിലുണ്ടായ മാറ്റം അറിയോ? ജന്മി എന്നും കുടിയാൻ എന്നും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിലുണ്ടായ മാറ്റമാണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നതാണ്. കൂടിച്ചേർന്നപ്പോൾ എന്താ പറ്റുക? ഇപ്പോൾ ഭൂമി കിട്ടിയപ്പോൾ നിങ്ങളുടെ ഇതിൽ 57 കാര്യം ഞാൻ പറയുന്നത്, 59 കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ 67, 69 ആയിക്കോട്ടെ. നിങ്ങളെന്താ മനസ്സിലാക്കുക? അന്ന് ഈ ഭൂമി കിട്ടിയവർ ആദ്യം എന്താ ചെയ്തത് എന്നാ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ അഭിപ്രായത്തിൽ
ചരിത്രമൊന്നും നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ വിചാരിക്കാതെ ഞാൻ ചോദിക്കുക. ചരിത്രം പഠിച്ചവർ മിണ്ടണ്ട, അല്ലാത്തവർ പറയുക. എന്തായിരിക്കും ആ ഭൂമി കിട്ടിയവർ ആദ്യം ചെയ്തിരിക്കുന്നത്? എന്താ പറയുക? എന്തായിരിക്കും ആദ്യം ചെയ്തത് ഭൂമി കിട്ടിയവർ? ചെറിയ തുണ്ട് ഭൂമിയേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ എസ്റ്റേറ്റ് ഒന്നും കൊടുത്തതല്ല, തുണ്ട് ഭൂമിയേ ഉള്ളൂ. പക്ഷേ എന്തായിരിക്കും അവർ ആദ്യം ചെയ്തിരിക്കുന്നത്? എന്താ അവരാദ്യം ചെയ്തത് എന്താണ്? ഭൂമി കിട്ടി. എന്തായിരിക്കും അവർ ചെയ്തത്? ഞാൻ സമയമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചേനെ. ഇപ്പം അത് നമ്മളങ്ങനെ പറ്റില്ലല്ലോ. അവർ ചെയ്തത് കുട്ടികളെ പഠിക്കാൻ വിടുക എന്നുള്ളതായിരുന്നു. കുട്ടികളെ സ്കൂളിൽ വിടുക എന്നുള്ളതായിരുന്നു അവർ ചെയ്തത്. എന്താ സ്കൂളിൽ വിടുന്നത് എന്താ വലിയ കാര്യമാണോ? കുട്ടികളെ സ്കൂളിൽ വിടുന്നത് എന്താ കാര്യമെന്ന് വെച്ചാൽ അതിനു മുമ്പ് അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു. അതിനു മുമ്പ് ജന്മികുടിയാൻ ബന്ധമാണ്. ഞാൻ ഇന്നയാളുടെ പാടത്ത് ഇന്നയാളുടെ ഭൂമിയിൽ ജീവിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നവനാണ്. എൻ്റെ കുട്ടി 10-12 വയസ്സാവുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ ആ വീട്ടിൽ പണിക്ക് വരാൻ പറയും, അല്ലെങ്കിൽ അവനെ കൂടെ വിളിച്ചേര് എന്ന് പയ്യനോട് പറയും. അവൻ എവിടെയാണ് സ്കൂളിൽ പോവുക? അവൻ എന്തിനാണ് പഠിക്കുന്നത്? ഇതാ കേസ്. സ്ഥിതി അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ എടുത്ത് നോക്കിക്കോളാം. ആരോഗ്യത്തിൻ്റെ നമ്മൾ ഇതുപോലെ 1-ാം സ്ഥാനത്ത് 3-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്ത് എന്നൊക്കെ പറയുന്നു, എല്ലാം അറിയാമല്ലോ. ആരോഗ്യ രംഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും ആരോഗ്യം 2000 ഉണ്ടോളൂ എന്നുള്ളത് 80കളിൽ തന്നെ നേടിയ പ്രദേശമാണ് കേരളം എന്നാണ് പറയുക. രാജ്യമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ 1-ാം സ്ഥാനത്തൊക്കെ കിടക്കുകയാണ്. കാര്യം മൊത്തം മാർക്കിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. പക്ഷേ ഇതിനിടയിലെ ചില ചോദ്യങ്ങളും മറുപടി ഇല്ലാത്തവരുണ്ടേ. ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഈ എന്താ പറയുക, 12 ആവേണ്ടേ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാ ഓഫീസുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. 12 ആവേണ്ടേ എന്നായിരുന്നു. എന്താണെന്നറിയോ? 12 gram/% എന്നുള്ളതാണ്. HB എന്ന് കേട്ടിട്ടുണ്ടോ? HB കേട്ടില്ലേ? ഹീമോഗ്ലോബിൻ അറിയാമല്ലോ. അപ്പോൾ സ്ത്രീകൾക്കും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും ഹീമോഗ്ലോബിൻ 12 gram/% വേണ്ടേ എന്നാണ് ക്വസ്റ്റ്യൻ. അതൊന്ന് കണക്കെടുത്ത് കഴിയുമ്പോൾ 1-ാം സ്ഥാനത്തായിട്ട് ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ 3-ാം സ്ഥാനമോ ആയിട്ട് നിൽക്കുന്ന കേരളം, അതിലെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഹീമോഗ്ലോബിൻ്റെ % വെച്ചിട്ട് എത്ര ശതമാനം പേർക്ക് അത്രയുണ്ട് അല്ലെങ്കിൽ അത്ര ഇല്ല എന്ന കണക്കെടുക്കുമ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? എന്തായിരിക്കും സ്ഥിതി? ഇവിടെ ഒരു കണക്കെടുക്കേണ്ടതാണ്. അധ്യാപകരുടെ അടക്കം ഒരു കണക്കെടുക്കേണ്ടതാണ്. അപ്പം മനസ്സിലാകും. ശതമാന കണക്ക് എനിക്ക് ഇപ്പോഴേ പറയാനൊക്കെ, എങ്കിലും പൊതു കണക്ക് വെച്ചിട്ട് ഒരു 40% പേര്, 30 മുതൽ 40% പേര് ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഹീമോഗ്ലോബിൻ 12 gram/% താഴെയാണ് ആയിരിക്കും. ഇത് പൊതുസമൂഹത്തിലേക്ക് പോവുക. അപ്പോൾ 1-ാം സ്ഥാനത്താണ് നമ്മൾ. പക്ഷേ മാർക്ക് മൊത്തം കൂട്ടിയപ്പോൾ 1-ാം സ്ഥാനത്താണ്. പക്ഷേ ഈ ചോദ്യത്തിന് മാർക്കില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അത് മാർക്കിൻ്റെ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ ഫ്രെയിം വർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ 100% ആക്കണ്ടേ? 100% ആക്കണേ എന്ത് ചെയ്യണം? നിലവിൽ 60% ഉള്ളൂ. 100% ആക്കണമെങ്കിൽ ഹീമോഗ്ലോബിൻ 12 gram/% ഇങ്ങനെയുള്ളവർക്ക് ആക്കണമെങ്കിൽ എന്ത് വേണം? അതിൽ കുറേ അവബോധമായിരിക്കും. കുറേ പ്രത്യേകിച്ചും പലതരത്തിലുള്ള എന്താ പറയുക, നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പലർക്കും ഉണ്ടാകുന്ന എന്താ പറയുക, PCOD അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായിരിക്കാം. അതിലൊക്കെ പലതിനും ചികിത്സ തേടാത്തുണ്ടാകും. ഇതിനെയൊക്കെ പരിഹരിച്ചാൽ ഈ പറഞ്ഞ കാര്യം എത്തും. ആ പരിപാടിയാണ് നമ്മുടെ പരിപാടി. അതാണ് നമ്മുടെ സ്കീം, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ വികസന അജണ്ട ആയിട്ട് വരിക. ഇതിനാണ് നമ്മൾ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ, ടാർഗറ്റ്, ഗോൾ ഇതിൽ ഉപയോഗിക്കുക. ഇത് ഞാൻ ഹീമോഗ്ലോബിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുക. ഇത് വലിയ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മൾ അതിനകത്ത് എടുക്കുന്നതാണ് മാൽന്യൂട്രീഷൻ. പലയിടത്തും കുട്ടികളുടെ മാൽന്യൂട്രീഷൻ്റെ കാര്യത്തിൽ ഇതുപോലെ പറയുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതുപോലെയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. നമ്മൾ മാത്രമല്ല എടുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ ആസാമിൽ ഒരു 10 വർഷം മുമ്പ് ഫീൽഡ് വിസിറ്റിന് പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ കൂടെ നടക്കുമ്പോൾ, ഞങ്ങൾ വേറെ ചില സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നടക്കുമ്പോൾ ഒരു സർപ്പഞ്ച്, അതായത് ഒരു വനിതാ പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കണ്ടു.
അപ്പോൾ അവരെ പരിചയപ്പെട്ടിട്ട് ഞങ്ങളത് ചോദിച്ചു, ഒരു അംഗൻവാടി കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ആസാമിലാണ്, ഒരു റിമോട്ടായിട്ടുള്ള വില്ലേജിലാണ്. അപ്പോൾ അംഗൻവാടി ചെന്നു. അംഗൻവാടി ചെന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി, അംഗൻവാടിയൊക്കെ നോക്കി കഴിഞ്ഞപ്പം നിങ്ങളും പോയി നോക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇത് പറഞ്ഞു, ഇപ്പോൾ രണ്ടെണ്ണമായി. ഒന്നാമത്തെ ഹോംവർക്ക് എന്താ ഞാൻ പറഞ്ഞത്? ഇവിടുത്തെ ഡ്രോപ്പ് ഔട്ട്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ ഡ്രോപ്പ് ഔട്ടിൻ്റെ 1%, ഇവിടെ കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ നിങ്ങളുടെ എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റ്സ് യൂണിയൻ്റെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? തിരഞ്ഞെടുക്കപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അത് ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ ഡ്രോപ്പ് ഔട്ടിൻ്റെ കണക്കൊന്ന് എടുക്കുക, ഡ്രോപ്പ് ഔട്ട് റേഷ്യോ എടുക്കുക. അതാ ഒന്നാമത്തെ ഹോംവർക്ക്. പിന്നെ രണ്ടാമത്തെ ഹോംവർക്ക് ഞാൻ പറഞ്ഞത്, പരസ്യപ്പെടുത്തിയില്ലെങ്കിലുമില്ല, നിങ്ങളുടെ ഇടയിലൊക്കെ തന്നെയുള്ള ഒരു ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് എത്രയാണെന്നൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങളുടെ വിഭാഗത്തിൽ തന്നെ എത്ര ശതമാനമുണ്ട് കുറവ് എന്നൊന്ന് പരിശോധിച്ച് നോക്കുക. അതാണ് രണ്ടാമത്തെ ഹോംവർക്ക്. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയതാ പിന്നെ എന്താ ആസാമിൽ പോയ കഥയാണ്. അപ്പോൾ ആസാമിൽ പോയി കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അംഗൻവാടി എഴുതി. അപ്പോൾ അവിടെ ഒരു കാർഡുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അംഗൻവാടി പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നിങ്ങൾ പോകേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നാട്ടിലൊക്കെ ഉള്ള ജനപ്രതിനിധികളോടും സാമൂഹ്യ പ്രവർത്തകരോടൊക്കെ പറയേണ്ടതാണ്. അംഗൻവാടി പോകുമ്പോൾ ഓരോ കുട്ടിക്കും ഒരു കാർഡുണ്ട്. അതിലെല്ലാ മാസവും അതിൻ്റെ ഒരു കണക്കെടുക്കും. അതിൻ്റെ പേര് ഗ്രോത്ത് ചാർട്ട് എന്നാണ്. റോഡ് ടു ഹെൽത്ത് കാർഡ് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. അതിലൊരു 4 കളറിലുള്ള വരകളുണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആ കാർഡ് കണ്ടവരാരെങ്കിലും ഉണ്ടോ? അതിനകത്ത് ഒരു വര ഗ്രീനാണ്, അത് എല്ലാം നല്ലതായിട്ടുള്ളതാണ്. ഒരെണ്ണം റെഡാണ്, എന്ന് വെച്ചാൽ സിവിയർലി മാൽനറിഷ്ഡ് എന്നാണ് ഏറ്റവും അത്. പിന്നെ ഇതാണ് ഇടയ്ക്കുള്ളത് ഓറഞ്ചോ യെല്ലോ പോലെ ഒരെണ്ണമാണ്. പിന്നെ മുകളിലൊരു വരയും കൂടെ ഉണ്ട്. എന്താ ഇത്? ഓരോ മാസവും വെയിറ്റും അതുമെല്ലാം എടുത്തിട്ട് പറയുന്ന സാധനമാണ്. അപ്പോൾ അതിൽ പിന്നെ ഒരു കാർഡ് എടുത്തു. എന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സീനിയറായിട്ടുള്ളൊരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തിട്ട് ഈ കാർഡ് എടുത്തിട്ട് ഈ സർപഞ്ച് അല്ലെങ്കിൽ ഈ പ്രസിഡൻറ്റിന് കൊടുത്തു. പ്രസിഡൻറ്റിനോട് ചോദിച്ചു, പ്രസിഡൻറ്റ് ഇത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരിതിങ്ങനെ എടുത്ത് നോക്കി. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ. പിന്നെ വനിത നമ്മൾ ടിപ്പിക്കലായിട്ട് നമുക്ക് അങ്ങനെയുള്ള നാടുകളിലുള്ളതാണ്. ഇവരിങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഓ സാറേ ഇതാണോ? ഇത് ഇന്ന കുട്ടിയാണ്, ഇന്നയാളുടെ മോളാണ്. സാറ് കണ്ടോ? കണ്ട ഗ്രീനിലായിരുന്നു ഇവർ, നേരെ റെഡിലേക്ക് എത്തി വരാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം സാറേ ചെറുതായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഈ കുട്ടിക്ക് മിടുക്കിയായിരുന്നു. അതിനിടയിൽ ഒരു വലിയ അസുഖം വന്നു. ഇവിടെ അങ്ങ് ചികിത്സിച്ചിട്ട് ശരിയാകാതെ ഞങ്ങൾ ഗുവാഹട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ശരിയാക്കി തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പം കണ്ടോ കുറേ സാറേ, കുറച്ചൊന്ന് മുകളിലോട്ട് പോയി. എന്താ അർത്ഥം? ഇതാ നമ്മൾ പറയുന്ന മോണിറ്ററിങ്. ഇതാണ് കൃത്യമായിട്ടുള്ള. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ കാണുന്നില്ല, അവർ കണ്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വലിയ ഇതായിരുന്നു. അവർക്കത് മനസ്സിലാവുന്നു എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ജനപ്രതിനിധികൾ അത് ശ്രദ്ധിക്കാറില്ല. ഈ കണക്കെടുക്കുന്നവരും അതിനെ ശ്രദ്ധിക്കാറില്ല. അവർ കണക്കെടുക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുക. പക്ഷേ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഫ്രെയിംവർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ശ്രദ്ധിക്കുന്നു, ഈ ലക്ഷ്യം നേടാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മാൽനറിഷൻ ഇത്ര കുടിച്ചിട്ട് തുടരണോന്നാണ് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ലല്ലേ? ഞാൻ ഒരു അരമണിക്കൂറോടെ തീർക്കാം കേട്ടോ. നിങ്ങൾ പിൻവാങ്ങണമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും ആരോഗ്യ വിദ്യാഭ്യാസാദി മേഖലകളിൽ നിന്നൊക്കെ, സേവന മേഖലയിൽ നിന്നൊക്കെ തന്നെ സർക്കാരുകൾ പിൻവാങ്ങണമെന്നും അത് തുറന്നു കൊടുക്കണമെന്നുമാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങളൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല, സാറിനൊക്കെ അറിയാം, ആ കാലഘട്ടത്തിലാണ് നമ്മൾ സ്കൂളുകൾ അടച്ചു തുടങ്ങിയത്. അൺഎക്കണോമിക്കാണ്. ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിക്ക് അൺഎക്കണോമിക്കാണ്. ആണോ? അങ്ങനെ അടയ്ക്കണം. അന്ന് സ്കൂളുകൾ അടച്ചു തുടങ്ങി. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ അൺഎക്കണോമിക്കായിട്ട് അടച്ചു തുടങ്ങിയ കാലമാണ്. അൺഎക്കണോമിക് കാര്യം ഇങ്ങനത്തെ മേഖലകളിൽ നിന്നൊക്കെ സർക്കാരുകൾ പിൻവാങ്ങണം എന്നുള്ളതാണ്. അതാണ് പുതിയ രീതി, പുതിയ ലോകം. ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. നിങ്ങൾക്കൊന്നും അറിയില്ല, ഇവർക്കൊക്കെ അറിയാം. നമ്മളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയും മുരടിപ്പിൻ്റെ പാതയിലാണ്. ഞങ്ങളൊക്കെ തുടങ്ങുന്ന കാലത്ത് ആകെ 3-4 കളറ് വെള്ളമാണ് ഉള്ളായിരുന്നു മരുന്നായിട്ട്. കുപ്പി കൊണ്ടുവരണം. കുപ്പി കൊണ്ടുവന്നാൽ ഇപ്പം നിങ്ങൾ 2 കുപ്പിയെ കൊണ്ടുവന്നുണ്ടെങ്കിൽ 2 മരുന്നേ കിട്ടും, അത്രേ ഉള്ളൂ കേസ്. അങ്ങനെയായിരുന്നു അതിൻ്റെ. അങ്ങനെ മുരടിപ്പാണ്. പുതുതായിട്ട് ഇതിന് പൈസ മുടക്കാനില്ല എന്നുള്ള കാലമായിരുന്നു. അതിൻ്റെയൊക്കെ കാലത്താണ് ജനകീയാസനം വരുന്നത്. അവിടെ എടുത്ത സമീപനം സർക്കാരുകൾ പിൻവാങ്ങുകയല്ല എന്നാണ്, പകരം സർക്കാരുകൾ കൂടുതൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്നാണ്.
അങ്ങനെയാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുന്നത്. പഞ്ചായത്തുകൾ ആരാ? മുനിസിപ്പാലിറ്റി ആരാ? അത് സർക്കാരുകളാണ്. സർക്കാരുകൾ കൂടുതൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്നാണ് പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലകളിലും പ്രവേശന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനുവേണ്ടി പണം താഴോട്ട് പോകുന്നു. എല്ലാം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വികേന്ദ്രീകരിക്കുന്ന ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കോടോ ആലപ്പറമ്പിൽ അടക്കം ഓരോ ചെറു റോഡുകളും ഓരോ ചെറു സബ് സെൻറ്ററുകളും ഓരോ ചെറു സ്കൂളുകളും ശക്തിപ്പെടുന്നത്. അടയ്ക്കാനിരുന്ന സ്കൂളുകളാണ് ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്ന ഒരുപാട് പൊതുവിദ്യാലയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിട്ടുള്ള പൊതുവിദ്യാലയങ്ങൾ കണക്കിൽ ഇത്ര കൂടിയോ കുറഞ്ഞോ, അതിൽ ആ പറഞ്ഞ കോഡിൽ അത്രയും കൂടിയില്ല, അത് പറഞ്ഞതിൽ കണക്ക് കൂട്ടി പറഞ്ഞതാണെന്നൊക്കെ നമ്മൾ തർക്കത്തിന് പറയാമെങ്കിലും ആ സ്കൂളുകളൊക്കെ ഇന്ന് നിലനിൽക്കുന്നെന്നും അത് മറ്റുള്ളവരെക്കാട്ടിൽ ശക്തിയായിട്ട് നിലനിൽക്കുന്നുള്ള മാറ്റത്തിൻ്റെ ഉണ്ടാകുന്നത് ഈ രീതിയിലാണ്. അതിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് അറിയും? ഞാൻ എപ്പോഴും നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നവരാണല്ലോ. കോവിഡ് കാലത്ത് ലോകത്തെങ്ങുമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ആരോഗ്യ സൗകര്യങ്ങളും ലഭിച്ച ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്ന് ലോകത്ത് കേരളമാണ്. പാവപ്പെട്ടവനും പണക്കാരനും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ട് ലഭിച്ച സ്ഥലം കേരളമാണ്. എന്തുകൊണ്ടാണ്? ഇതിനിടയിൽ വന്ന മാറ്റങ്ങളാണ്. അടയ്ക്കാൻ പോയ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെട്ട് ഫാമിലി ഹെൽത്ത് സെൻ്റർ, നിങ്ങൾ പോയിട്ടുണ്ടോ ഈ ഫാമിലി ഹെൽത്ത് സെൻ്ററിലൊക്കെ? എങ്ങനെ സ്ഥിതി നേടിയിട്ടുണ്ടോ? എന്ത് വ്യത്യാസമെന്നറിയോ? പഴയത് ഓർക്കണം, ഈ വ്യത്യാസം ഉണ്ടായെന്ന് എങ്ങനെയാണ്? ഈ പ്ലാനിങ് പ്രാദേശികമായിട്ട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്ലാനിങ്ങിനുണ്ടായ മാറ്റമാണ്. ഇതാണ് നിങ്ങളൊക്കെ പരിശോധിക്കേണ്ടത്. നിങ്ങൾ ചെറുപ്പക്കാരെന്നതിൽ പരിശോധിക്കേണ്ടത് ഈ മാറ്റമാണ്. ഡൽഹിയിലടക്കം സുപ്രീം കോടതി ജഡ്ജി അടക്കം ആശുപത്രികളുടെ മുമ്പിൽ ഒരിറ്റ് ഓക്സിജന് കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുക. അവിടെയാണ് നമ്മളിവിടെ പാവപ്പെട്ടവനും പണക്കാരനും ഇല്ല. എന്തിനാ പറയുന്നത്? നിങ്ങൾ അമേരിക്കയിലാണെങ്കിലും ശരി, ഇറ്റലിയിലാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ നിങ്ങളുടെ സ്വപ്ന രാജ്യങ്ങളിലൊക്കെ എടുത്തോളൂ. അവിടെയൊക്കെ എന്താ പറഞ്ഞത്? പ്രായമായവർക്കൊന്നും വേണ്ടി ഇനി മെനക്കെടാൻ വേണ്ട, അവർ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, അങ്ങനെയല്ലേ പറഞ്ഞത്? കേട്ടോ, വായിച്ചോ? നമ്മുടെ തലയിൽ കൂടി ഇങ്ങനെ പോയി. എന്ന് മാത്രമല്ല, എന്താ കാര്യം എന്നറിയോ? പൊതു സംവിധാനങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ഉള്ളത് പണം കൊടുത്ത് വാങ്ങിക്കാവുന്ന ഇൻഷുറൻസ് കേന്ദ്രീകരിച്ചുള്ള മാത്രമേ ഉള്ളൂ. പകരം നമ്മളിവിടെ ഇത് ശക്തിപ്പെടുത്തി. അതുകൊണ്ട് ഇതുണ്ടായി. ഇതാ മാറ്റം. ഇതാ നമ്മൾ കാണാതെ പോകുന്നത്. ഈ മാറ്റം കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിലാണ് ഈ പറഞ്ഞ സുസ്ഥിര വികസനം നമ്മൾ പറയുന്നത്. കണക്കുകൾ വളരെ എളുപ്പമാണ്. ആ കണക്കുകൾക്ക് അപ്പുറത്തേക്കാണ് നമ്മളുടെ വികസന കാര്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ നവകേരളം എന്ന കോൺസെപ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് നവകേരളം വരുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇത് SDGയിലേക്ക് സുസ്ഥിര വികസനത്തിലേക്ക് പോകുന്നത് വെച്ചാൽ, എന്തുകൊണ്ടാണ് നവകേരളം കൊണ്ടുവരുന്നത്? നമ്മൾ 2016-17 നവകേരളം കർമ്മ പരിപാടി എന്ന് പറഞ്ഞു വരുന്നത്. അതിൽ പ്രധാനമായിട്ട് 4 മുഖ്യ കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഒന്ന് ആരോഗ്യരംഗത്തായിരുന്നു. കാണാമോ ഇത്? ഒന്ന് ആർദ്രമാണ്, രണ്ടാമത്തേത് ലൈഫാണ്, മൂന്നാമത്തേത് ഹരിത കേരളമാണ്, നാലാമത്തേത് വിദ്യാഭ്യാസമാണ്. കേട്ടോ, ഇതിലെന്താ കാണിക്കുന്നതെന്നറിയാമോ? ഇതിൽ പലതിനും ഉദാഹരണത്തിന് ആർദ്രം ആരോഗ്യമാണെന്നാണ്. ഇപ്പോൾ അന്നാണെങ്കിൽ ശൈലജ ടീച്ചർ, ഇപ്പോഴാണെങ്കിൽ വീണ ജോർജാണ്. അവരുടെ പ്രശ്നമാണെന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ആരോഗ്യത്തിലേക്ക് പോകണമെങ്കിൽ പോവർട്ടി നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യമാണ്. പോവർട്ടി വേണം, പോവർട്ടി മാറണ്ടേ? എന്നാലേ ഈ പറഞ്ഞല്ലോ, സീറോ ഹങ്കർ, വിശപ്പാണ്. അതിനിടയിൽ ആരോഗ്യം എങ്ങനെയാണ്? നിങ്ങൾ അതിനകത്തെ സൂചകങ്ങൾ വേറെയുണ്ട്, ഞാൻ പറയാം. അതല്ലെങ്കിൽ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നുള്ളത് നമ്മുടെ ഒരു SDG ഗോൾ തന്നെയാണ്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ അകത്തേതെല്ലാം SDG ആണ്. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഇത് ആരോഗ്യമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ? ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാലാണ് ആർദ്രമാകൂ. ഇവിടെ എല്ലാം പഞ്ചായത്തിൻ്റെ ഇടപെടൽ വേണം, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടപെടൽ വേണം, ഇതെല്ലാം വേണം. ഇതാണ് ആർദ്രം എന്ന് പറയുന്ന ആരോഗ്യരംഗത്തെ മാറ്റത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ SDG എന്നോ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെന്നോ ഒന്നുമല്ല പറയുന്നത്, നമുക്ക് ഈ മാറ്റം ഉണ്ടാകുക എന്നുള്ള പറയുക. ഇപ്പോൾ ലൈഫ് മിഷൻ വന്നു. ലൈഫിൽ വരുമ്പോൾ ആ വീടുകളിലെ ക്ലീൻ എനർജി, അതുപോലെ തന്നെ കാര്യം ലൈഫ് മിഷനിലെ യഥാർത്ഥ ഇതിനകത്തെന്ന് വെച്ചാൽ വീടുകൾ മാത്രമല്ല, നമ്മൾ കാണുന്നതെല്ലാം വീടിനെ കുറിച്ച് മാത്രമല്ല, കണക്ക് പറയുന്ന വീടാണ്. പക്ഷേ അതിനകത്താണ് ഈ തൊഴിലും എല്ലാം വരുന്നത്. ഈ തൊഴിൽ വരുമ്പോഴാണ് ഡീസൽ വർക്കും ഇത് വരിക. ഇപ്പോൾ
വിജ്ഞാന കേരളത്തിൻ്റെ അടക്കമുള്ള നിരവധി പരിപാടികളിലൂടെ തൊഴിൽ, പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരായുള്ള തൊഴിലിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അവിടെയാണ് വരിക. പിന്നെ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇതിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ലൈഫിൻ്റെ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പാർപ്പിടമാണ്, മറ്റൊന്ന് ലൈവ്ലിഹുഡ്സാണ് ബേസിക്കലി. മൂന്നാമത് വരുന്നത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസാണ്. ഈ പറഞ്ഞ സിറ്റിയിൽ ഈ രീതിയിലാണ് പിന്നെ നമ്മുടെ ലൈഫിനെ കാണുക. ഹരിതകേരളത്തിലാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, എനിക്കിതാ കാണാൻ എളുപ്പം പറഞ്ഞത്, ഹരിതകേരളത്തിലാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഇത്? ഞാൻ തരാം നിങ്ങൾക്ക്. അപ്പോൾ റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷനാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്കറിയാമോ റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷനിൽ നമ്മുടെ സ്ഥിതി എന്താണെന്നറിയാമോ? നമ്മൾ വളരെ പുറകിലാണ്. നമ്മൾ ഈ റാങ്കിൽ ഞാൻ മുമ്പേ ഞാനിത് മുമ്പേ പറഞ്ഞ റാങ്കിൽ മൊത്തത്തിൽ നമുക്ക് മാർക്കുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് വെറുതെ തള്ളുന്നവർ നമ്മളാണ്. അതിന് മാർക്കുണ്ടേ, നെഗറ്റീവാണ് നമ്മളവിടെ മാർക്ക്. അതുപോലെ കൺസംഷൻ്റെ പാറ്റേണിൽ ഏറ്റവും കൂടുതൽ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും നമ്മളാണ്. നേടിയെന്ന് പറയുമ്പോൾ തന്നെ അവിടെ മാർക്ക് കുറഞ്ഞു. അവിടെ മാർക്ക് കുറഞ്ഞു. അങ്ങനെ ഇപ്പോൾ റെസ്പോൺസിബിൾ ഇവിടെ ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യങ്ങൾ വരുന്നതാണ് ക്ലൈമറ്റ് ആക്ഷൻ. അതിൽ നമ്മൾ താരതമ്യേന ഭേദപ്പെട്ട നിലയിലാണ്. എന്നാൽ ലൈഫ് ബിലോ വാട്ടറിൽ നമ്മളിപ്പോഴും മുമ്പിലല്ല. ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് കടലും വെള്ളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും അവിടുത്തെ ഇതിലൊക്കെ തന്നെ ഇനിയും മാറാനുണ്ട്. ലൈഫ് ഓൺ ലാൻഡ്, അതിലും പ്രത്യേകമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പുറകിലാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂടിയതാണ് ഹരിതകേരളത്തിലേക്ക് വരിക. എന്തുകൊണ്ടാണ് നമ്മൾ ഹരിതകേരളം എന്ന് എടുത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ മേഖലയിലൊക്കെ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകാനുണ്ടോ എന്നുള്ളതുകൊണ്ടാണ്. പുതിയ കേരളത്തിന് ഇതൊക്കെ മാറ്റമാണ്. നേടിയതുണ്ട് ഒരുപാട്. ഇപ്പോൾ ഞാൻ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഞാനിത് ചിലത് നിങ്ങളോട് പറയാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനമല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ SDGയുടെ ഇതിൽ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ 1 അല്ല 2, 3 ഒക്കെ ആവും. എന്താ കാര്യം തരും? കുറേ കാര്യങ്ങൾ നമ്മൾ ഗംഭീരമാണ്. ഇപ്പോൾ ബർത്ത് റേറ്റിൻ്റെ കാര്യത്തിൽ, ഡെത്ത് റേറ്റിൻ്റെ കാര്യത്തിൽ, ചൈൽഡിൻ്റെ കാര്യത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റൊക്കെ നമ്മൾ ലോകോത്തരമാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ചിലതുണ്ടേ. ഒന്ന് ആത്മഹത്യാ നിരക്ക് ഗംഭീരമാണ്. എങ്ങനെ? കൂടുതൽ നമ്മുടെ അടുത്തെത്ത ഒരാളില്ല, ആ രീതിയിലാണ് ആത്മഹത്യാ നിരക്ക്. അതുപോലെ തന്നെയാണ് ആക്സിഡൻറ്റിൻ്റെ ഡെത്ത്, അതിൽ നമ്മൾ വളരെ ഉയർന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ, പക്ഷെ അതും മറികടന്ന് മറ്റേതുള്ളത് കൊണ്ടാണ് നമ്മൾ മാർക്ക് രക്ഷപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്ക് പരീക്ഷയുമായിട്ട് ബന്ധിപ്പിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞ അതുപോലെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആണ് വിദ്യാഭ്യാസത്തിലാണെങ്കിൽ കാണാനൊത്തില്ല. ഒന്ന് റെഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റിയാണ്, അതായത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. ഒന്ന് ജെൻഡർ ഇക്വാളിറ്റിയാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പുറകിലാണ്. ഈ ഇൻഇക്വാളിറ്റിയിൽ നമ്മൾ പുറകിലാണ്. പ്രത്യേകിച്ചും ചില വിഭാഗങ്ങളുടെ കാര്യത്തിലൊക്കെ ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകേണ്ടെന്നുള്ളത് തന്നെയാണ് കണക്ക്. പിന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതിലാണ് ഞാൻ പറഞ്ഞത് കണക്ക് പ്രകാരം നമ്മൾ ചിലതൊക്കെ നല്ലതാണെങ്കിൽ ശരി, ഹയർ എഡ്യൂക്കേഷൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ നമ്മൾ പുറകിലാണ്. പുറകിൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പുറകിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല നിലയിലല്ല എന്നുള്ള പറയാനാണ്. അതുപോലെ തന്നെ പിന്നെ അപ്പോൾ അങ്ങനെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാനിതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന സമീപനം കേരള മോഡലിലെ അടുത്ത ഘട്ടം പുതിയ കേരളം. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടി, പക്ഷേ ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകാൻ ആലോചിക്കുമ്പോൾ കൃത്യമായ ധാരണയോടുകൂടി മുമ്പോട്ട് പോകാൻ പറ്റണം. എവിടെയാണ് നമ്മളെ ഗ്യാപ്പ്? ഇപ്പോൾ ഞാൻ ആദ്യം ഈ ആർദ്രം മിഷൻ വരുമ്പോൾ ആദ്യത്തെ ചർച്ച എന്താണെന്ന് വെച്ചാൽ കേരളം 1ാം സ്ഥാനത്ത് കിടക്കുന്നത് വീണ്ടും എന്തിനാണ് ഇതെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിനകത്ത് നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. ഈ രീതിയിലൊന്ന് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസന അജണ്ടയിൽ തന്നെയാണ്. പക്ഷേ ഈ ഫ്രെയിംവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഈ രീതിശാസ്ത്രം, ഫ്രെയിംവർക്കും അതിൻ്റെ രീതിശാസ്ത്രവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഇതിൽ നമുക്കെന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാനിത് കാണാമോ? നമുക്കെന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലാണെങ്കിലും ശരി, നിങ്ങളുടെ പഞ്ചായത്താണെങ്കിലും ശരി, മറ്റുള്ളവർക്കാണെങ്കിലും ശരി, പൊതുവായി ചെയ്യാൻ കഴിയുന്നത് ചില കാര്യങ്ങളിൽ ഇതിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രൊമോട്ട് ചെയ്യാം.
ഞാനിപ്പോൾ പറഞ്ഞ ചില്ലറ കാര്യങ്ങൾ പോലെ എത്രയോ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിനകത്ത് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ഹിമോഗ്ലോബിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ്റെ കാര്യം പറഞ്ഞു, പോവർട്ടിയുടെ കാര്യം പറഞ്ഞു. അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും എടുത്തിട്ട് അതിനെ മറികടക്കാൻ നമുക്ക് കഴിയും എന്ന് പറയാം. ഞാനിപ്പോൾ പറഞ്ഞ ഹിമോഗ്ലോബിൻ്റെ കാര്യത്തിൽ എത്ര പൈസ വേണം? പൈസ വേണ്ട. നമ്മുടെ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ചാൽ മാത്രം മതി. പക്ഷെ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിലേ ആ ഇൻഡിക്കേറ്റർ നമുക്ക് അറിഞ്ഞ് അതിനുവേണ്ടി യജ്ഞിച്ചാലേ നടക്കൂ. നമ്മളിപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തി അവരെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് നമ്മളത് വിജയിക്കാൻ പോകുന്നത്. അതല്ലായിരുന്നെങ്കിൽ അവരെന്നും അങ്ങനെ തന്നെ കിടന്നതിന് കാര്യം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ഇത്രയും പേരുണ്ട് ഇവിടെ. നിങ്ങൾ നാട്ടിലെ വികസനത്തിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇനി മുമ്പോട്ട് പോകണം എന്ന് പറയാൻ പറ്റണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ നിങ്ങളുടെയൊക്കെ എന്തൊക്കെയാണോ നിങ്ങളുടെ യൂണിയനുകളെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിലൊക്കെ തന്നെയും ചില കാര്യങ്ങളിൽ മേഖലകളെടുത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പുറകിലാണ്, എന്തുകൊണ്ട് നമുക്ക് മാറ്റം വന്നുകൂടാ? സർക്കാർ ഡോക്യുമെൻറ്റിലും ഉണ്ട് കേട്ടോ. ഈ എവിടെയൊക്കെയാണ്, അതായത് മൊത്തം മാർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇത്രാം സ്ഥാനമാണെന്ന് തന്നെ പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് ചിലത് നിങ്ങളായി തുടങ്ങി വെക്കണം. ഈ ക്യാമ്പസിൽ നിന്ന് ചില ക്യാമ്പയിനുകൾ തുടങ്ങണം. ആലോചിച്ചൂടെ? ഒന്ന് ആലോചിച്ചു. നിങ്ങളെങ്ങനെ എത്രമാത്രം ആക്റ്റീവാണെന്ന് എനിക്കറിയില്ല. ഈ ക്യാമ്പസിൽ നിന്ന് നിങ്ങളിപ്പോൾ മലയാളം ഭാഗക്കാരല്ലാത്ത ആരൊക്കെ ഉള്ളത് ഇവിടെ? മലയാളം അല്ലാത്തവരാരെങ്കിലും ഉണ്ട് ഇവിടെ? അതേതാവും ഇപ്പോൾ? ഹിന്ദിയും ലാംഗ്വേജാണ്. അപ്പോൾ നിങ്ങൾക്കും ഇടപെടാനുള്ള ഒരുപാട് കാര്യങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരിതൊന്ന് അന്യഭാഷക്കാരായിട്ടുള്ള ഇവിടെയുള്ളവരാണ്. ഇവിടെയുണ്ട്. അവരും കൂടെ ചേർന്നാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ വിദ്യാഭ്യാസവും എല്ലാം വരുന്നത്. അതിലെങ്ങനെ ഇടപെടാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ചിലത് തുടങ്ങി വെക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ വിഷയങ്ങളിൽ ചിലതെടുത്ത് നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ നിന്ന് തുടങ്ങി വെക്കാവുന്നതാണ് ചില കാര്യങ്ങൾ. ചിലത് നിങ്ങൾ തന്നെ ചിട്ടപ്പെടുത്താവുന്നതാണ്. ചില കാര്യങ്ങൾ പുതിയ രീതിയും പുതിയ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്താവുന്നതാണ്. ചിലത് നിങ്ങൾ കൂടെ നിന്നാൽ മതി. ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ നിങ്ങളുടെ നാട്ടിൽ, ഞാനീ പറയുക ചെറുപ്പക്കാരെന്ന നിലയിൽ നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെയൊക്കെ നാടുണ്ട്. ഞാൻ നിങ്ങളുടെ ഒന്നും നാടൊന്നും ചോദിച്ചില്ല. ഈ കാസർഗോഡുകാരും ഇല്ലല്ലോ ഇതിനകത്ത്. കണ്ണൂരുകാരെ ഒരാളേ ഉള്ളോ? കണ്ണൂർ പിന്നെ എന്താ പറയുക, വയനാടുകാരെങ്കിലും ഉണ്ടോ? പാലക്കാടുകാരെങ്കിലും ഉണ്ടോ? കോഴിക്കോട് ഒരാളുള്ളൂ. എവിടെയാ സ്ഥലം? കൊയിലാണ്ടിയ. പിന്നെ പാലക്കാട് പറഞ്ഞു. പിന്നെ എവിടുന്ന്? മലപ്പുറം എവിടെ? മലപ്പുറത്ത് എവിടെയാ? നിലമ്പൂർ. ഇവിടെ എങ്ങനെ ഇരിക്കുന്നു നിലമ്പൂരുകാരൻ? തിരൂര്. പിന്നെ മണ്ഡലം അപ്പുറയാണല്ലേ? നിലമ്പൂരിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പറേ ആരായിരുന്നു? മലപ്പുറം വേറെ ആരാ? കൊണ്ടോട്ടി. ശരി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ എവിടെയാ സ്ഥലം? കുന്നംകുളം. രണ്ടുപേരും കുന്നംകുളമാണ്. ശരി. പിന്നെ എറണാകുളം ആരുമില്ല. ഇടുക്കി. ഈ എറണാകുളം ഉണ്ടോ? എവിടെയാ? പറവൂരാണ്. പ്രോപ്പർ പറവൂരാണോ നമ്മുടെ ദ്വീപിൻ്റെ എവിടോട്ടാണോ? പറവൂരാണ്. ശരി. പിന്നെ കോട്ടയം. ഇടുക്കി ആരുമില്ല. കോട്ടയം ആരെങ്കിലും ഉണ്ടോ? പത്തനംതിട്ട ആരെങ്കിലും ഉണ്ടോ? പിന്നെ ആലപ്പുഴ എവിടെയാ? മാവേലിക്കര. പ്രോപ്പർ മാവേലിക്കരയാണ്. പിന്നെ കൊല്ലമാണ് കൂടുതൽ അല്ലേ? എവിടെയാ? കൊല്ലത്തെവിടെയാ? ഓച്ചിറ. എവിടെയാ? ഫർണിക്കാവ്. എവിടെ? ഫർണിക്കാവിൻ്റെ അടുത്ത്. പിന്നെ അടുത്ത ആരാ? കൊല്ലത്തുകാരെ? മൺറോത്തുരുത്ത് അല്ലേ? മൺറോത്തുരുത്തിലല്ലേ അപ്പുറത്തെ? എവിടെയാ? കൊട്ടാരക്കര. എവിടെയാ? പുത്തൂരിന്. പിന്നെ ആരാ? കരുനാഗപ്പള്ളി. എവിടെ? പാരിപ്പള്ളി. അപ്പോൾ അടുത്തത് എന്താ? തിരുവനന്തപുരത്തുകാർ ആരൊക്കെയാ? എവിടെയാ സ്ഥലം? എവിടെയാ? കരമന, ആറ്റിങ്ങൽ, വെമ്പായം, മലയങ്കിഴ്. പിന്നെ അവിടെ ലോക്കലാണല്ലേ? എവിടെ? പൂജപ്പുര. ചെക്കണ്ണാപുരം, ബാലരാപുരം.
ആരാ? ഇവരെ എനിക്കറിയാം. ഇവർ രണ്ടുപേരും ഇപ്പം ഇവരിവിടെ തന്നെയാണ്. ഞാൻ വട്ടിയൂർക്കാവ്, പിന്നെ എൻ്റെ ഒറിജിനൽ സ്ഥലം തിരുവല്ല. ഞാൻ പത്തനംതിട്ടക്കാരും ഇല്ലാത്തതുകൊണ്ട് അവനെ ഞാൻ മിണ്ടാഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഞാനിനിയിപ്പോൾ ഈ ക്യാമ്പസിലെ ആൾക്കാരായി മാത്രം കാണുന്നില്ല. എങ്ങനെ നിങ്ങൾ ഇടപെടുക എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ നിന്നുള്ള ചില ആശയങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ വരെ അറിയാവോ? നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണെന്ന് അറിയാത്തവരുണ്ടോ? അതിൽ ലോട്ട് ചെയ്തോ? നിങ്ങളുടെ അവിടുത്തെ അല്ല, ഇവരുടെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പോൾ അവരിൽ ചിലരെ നിങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയുള്ള എൻവയോൺമെൻറ്റ് ബിൽഡിങ്, ആളുകളെ മൊബിലൈസ് ചെയ്യുക. ചില കാര്യങ്ങളിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ കണക്കെടുത്ത് നിങ്ങളുടെ മലയാളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മൊബിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ആളുകളെ മൊബിലൈസ് ചെയ്യേണ്ടി വരും. ചിലതിൽ പ്ലാനിങ്ങിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. എങ്ങനെ പ്ലാൻ ചെയ്യാം, ഇപ്പോൾ ഒരു പരിപാടി ഇട്ടാൽ ആ പരിപാടി എങ്ങനെ പ്ലാൻ ചെയ്യാം, അതിനകത്താണ് ഈ പറഞ്ഞ ഫ്രെയിംവർക്ക്, ഈ മെത്തഡോളജിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയണം. ഡാറ്റ എങ്ങനെ പഞ്ചായത്തിൽ ഡാറ്റ മാനേജ് ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് ഡാറ്റ എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റണം. ഇതെല്ലാം മോണിറ്റർ ചെയ്യുക. നിങ്ങളുടെ നാട് എങ്ങനെ മാറുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ പറ്റണം. അതറിയോ? നിങ്ങൾ അവിടുന്ന് പോകുന്നതിന് ശേഷം എന്ത് മാറ്റം നിങ്ങളുടെ നാട്ടിലുണ്ടായെന്ന് നിങ്ങൾക്കറിയോ? ആ രീതിയിൽ അന്വേഷിക്കണം. അപ്പോൾ നിങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ട് ഇടപെടാൻ പറ്റണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പ്രാദേശിക തലത്തിൽ ഈ SDGsനെ കാണാൻ പറ്റണം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ പ്രാദേശിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിന് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ചില എക്സ്പീരിയൻസസാണ് ഞാൻ കിലയിലുള്ളപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ചെയ്തതിനകത്ത്. ഓരോ പഞ്ചായത്തിലും ഈ SDGsൻ്റെ അടിസ്ഥാനത്തിൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ പറ്റണം. നിങ്ങൾ പോയി അന്വേഷിക്കേണ്ട കാര്യം, ഹോംവർക്ക് നാലാമത്തേതാണ്, അന്വേഷിക്കേണ്ട കാര്യം നിങ്ങളുടെ പഞ്ചായത്ത് SDGയുടെ അടിസ്ഥാനത്തിൽ ഏത് നിലയിൽ ഓരോ ഇൻഡിക്കേറ്ററിലും നിൽക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ആ സംവിധാനം ഉണ്ട് അവിടെ, നാട്ടുകാർക്ക് അറിയില്ലെന്നേ ഉള്ളൂ. കാര്യം ഇത് മുകളിലോട്ട് ആ കണക്കല്ല അയച്ചു കൊടുക്കുന്നത്. അതാണ് നമ്മളുടെ പ്ലാനിങ്ങിലുള്ള വലിയ വ്യത്യാസം. ഈ കണക്കുകൾ, ഓരോ പഞ്ചായത്തിൻ്റെയും കണക്കുകൾ കേന്ദ്രം വരെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരോഗ്യത്തിലെ വിവിധ ഇൻഡിക്കേറ്റേഴ്സ്, എഡ്യൂക്കേഷനിൽ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് എവിടെ നിൽക്കുന്നു പറയുന്നുണ്ട്. സത്യത്തിൽ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ അവർ വേറൊരു കാര്യം ചെയ്തു. ഇങ്ങനെ 17 ഗോൾ എന്നുള്ളതിന് പകരം അതിനെ തീംസായിട്ട് എടുത്തിട്ട് ഒരു 9 എണ്ണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പോവർട്ടി ഇങ്ങനെയായിട്ട് മാത്രം, അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് കൊണ്ടുവരാതെ ഉള്ളതാണ്. നിങ്ങൾ ചെന്നാൽ ചെയ്യേണ്ട ചിലരെങ്കിലും